എൻ്റെ മലപ്പുറത്ത് എൻ്റെ ഭാര്യ വീട്ടിൽ കയറുന്നു, എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ കയറുന്നു, എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും വധഭീഷണിയായിരുന്നു. അവിടുത്തെ പല ഇതര കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ പ്രിൻറ്റു മഹാദേവിൻ്റെ അച്ഛനും അമ്മയും ഇവിടെയുണ്ട്, അവരെ ഞങ്ങൾ വകവരുത്തുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നോക്കുക. അപ്പോൾ ഈ ടെൻഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഞാൻ അനുഭവിച്ച മാനസികമായ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ഞാൻ കൃത്യമായിട്ടുള്ള നിയമപരമായ എനിക്കെന്താണ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത വരുത്താതെ എനിക്കെതിരെ ആസൂത്രിതമായി നടന്നിട്ടുള്ള ഈ വിഷയങ്ങളിൽ ഞാൻ ആരൊക്കെയാണ്, അത് ചാനലായിക്കോട്ടെ ആരൊക്കെ ആയിക്കോട്ടെ, ഞാൻ അനുഭവിച്ച ആ വേദനയ്ക്കും വിഷമങ്ങൾക്കും ഞാൻ സ്വാഭാവികമായിട്ട് നിയമപരമായ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കും. അതായത് ഈ ചർച്ച നടത്തിയ ചാനലിനും അവതാരകയ്ക്കുമെതിരെ നടപടി സ്വീകരിക്കുന്നതാണ്. അല്ല, സ്വാഭാവികമായിട്ട് ഞാൻ അതിൻ്റെ എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ആ ചാനൽ അവതാരിക എന്നെ വിളിച്ചു, ഞാൻ അവരോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ആ വിഷയം കഴിഞ്ഞു. അവർ കൊടുത്ത ഹെഡ്ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും കാണില്ല, നിങ്ങൾ പലപ്പോഴും ഹെഡ്ലൈൻ കണ്ടിട്ടായിരിക്കും. അവർ പറഞ്ഞത് രാഹുലിനെ വെടിവെക്കുമെന്ന് പ്രിൻറ്റു മഹാദേവ്. ഇത് കേൾക്കുന്ന ആളുകൾ എന്താ വിചാരിക്കുക? ഇത് കഴിഞ്ഞിട്ട് അവർ വന്ന് എന്നെ വിളിച്ച് പിറ്റേത്തെ ദിവസം ഇത് വിവാദമായി. ഇത് വിവാദമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിന് സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിലേക്ക് പിന്നിൽ കളിക്കുന്ന ആളുകളൊക്കെ നമുക്കറിയാം. ഇത് വിവാദമൊക്കെ ആക്കുന്നത് ആരാണെന്നും ഈ പറയുന്ന വി ഡി സതീശനെയൊക്കെ കുഴപ്പത്തിലാക്കുന്ന ആളാരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ചില കസേരകളൊക്കെ കിട്ടാത്തതിൻ്റെ പേരിലൊക്കെ പുറത്തേക്ക് പോയ ആളുകൾക്ക് അദ്ദേഹം ഉണ്ടയില്ലാത്ത കുറേ വെടികൾ പൊട്ടിക്കുക. ഒന്ന് കൃഷ്ണകുമാർജിക്കെതിരെ പൊട്ടിച്ചു, അതുകൊണ്ട്. അപ്പോൾ സത്യത്തിൽ അദ്ദേഹം കുഴപ്പം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഞങ്ങൾ അവിടേക്ക് അയച്ചിട്ടുള്ള ഒരു ചാരനായിട്ടാണ് ഞങ്ങൾ അയാളെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് അദ്ദേഹം തുടരട്ടെ. അദ്ദേഹം എന്നെ പല ചാനൽ ചർച്ച വളരെ മോശമായിട്ടുള്ള പല പരാമർശങ്ങളും എന്നെ വ്യക്തിപരമായി നടത്തി. ഞാൻ അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു പരാമർശം നടത്തി കഴിഞ്ഞാൽ അദ്ദേഹം തലയിൽ മുണ്ടിട്ട് പോകേണ്ടി വരും. അല്ല, ഞാൻ അത് നിങ്ങൾക്ക് ആരാണെന്ന് അറിയാലോ, നിങ്ങൾക്കറിയാം ആരാണെന്ന്. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. അല്ല, ഞാൻ പറയട്ടെ, അദ്ദേഹം ഇപ്പോൾ ചില അജണ്ടകൾ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പോവുകയാണ്. അത് ഞാൻ പറയാം, അതൊക്കെ ഞങ്ങൾക്ക് ഗുണകരമായിട്ട് പോകുള്ളൂ. അദ്ദേഹം എന്താണെന്നും ആരാണെന്നും ഒക്കെ ഞങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹത്തിനെ പോലെ ഈ ചാനൽ ചർച്ചയുടെ കൂട്ടിലിരുന്നിട്ട് നേതാവായ ആളല്ല പ്രിൻറ്റു മഹാദേവ്. അദ്ദേഹം വ്യക്തിപരമായിട്ട് എന്നെ പല പരാമർശങ്ങളും ചാനൽ ചർച്ചയിൽ നടത്തി. ഞാൻ എൻ്റെ പ്രവർത്തനം 5-ാമത്തെ വയസ്സിൽ ആരംഭിച്ചതാണ്. നിങ്ങൾ ഇതിനു മുമ്പ് സന്ദീപ് വാര്യർ ഏതെങ്കിലും ഒരു BJPയുടെ ചാനൽ ചർച്ചയ്ക്ക് വരുന്നത് മുമ്പ് നിങ്ങൾക്ക് അറിയാമായിരുന്നു. ഞാൻ AB സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വിഷയമേ ഇവിടെ ചർച്ച ചെയ്യേണ്ട. അയാൾ എന്തെങ്കിലും അയാളുടെ പ്രവർത്തനങ്ങളായിട്ട് പോയിട്ട്, പക്ഷേ വ്യക്തിപരമായിട്ട് അയാൾ എന്നെ ചാനൽ ചർച്ചയിൽ പലതരത്തിൽ അവഹേളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും അവഹേളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം തലയിൽ മുന്നിട്ട് പണ്ട് തൃശ്ശൂരിൽ നിന്ന് കണ്ടം വഴി ഓടിയതൊക്കെ അദ്ദേഹത്തിന് ഇപ്പോഴും ഓർമ്മയുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതലൊന്നും ഞാൻ വ്യക്തമാക്കുന്നില്ല.